ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? ഇന്ന് ഞാൻ ഒരു ഈവനിങ് വ്ളോഗ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത് എന്താണെന്നറിയോ? കാലിൽ നെയിൽ പോളിഷ് ഇടാണ്. കാലിൽ നെയിൽ പോളിഷ് ഇടാൻ ഇങ്ങനത്തെ സ്ഥലത്ത് ഇരുന്നിട്ട് ഇടാനാണ് എളുപ്പം. ഇത് കാണുന്ന ചിലരെങ്കിലും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, ജോലിക്ക് പോവാത്തവർക്ക് ഇതൊക്കെ പറ്റും, ജോലിക്ക് പോകുന്നവർക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതാ ഇപ്പോൾ 1 വർഷമായിട്ടേ ഉള്ളൂ റിസൈൻ ചെയ്തിട്ട്. ഇത്രയും കാലം ഞാൻ വർക്ക് ചെയ്യായിരുന്നു, പുറത്ത് ജോലിക്ക് പോവുക തന്നെയായിരുന്നു. അന്നും ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു ആഴ്ചയാകുമ്പോഴേക്കും ഞാൻ എൻ്റെ എല്ലാ നെയിൽ പോളിഷും മാറ്റി വേറെ കളർ ഇട്ടിരിക്കും. അതിനുള്ള സമയമൊക്കെ ഞാൻ കണ്ടെത്താറുണ്ട്. ഈ വ്ലോഗ് എടുക്കുന്ന ദിവസം ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അതാണ് സൂര്യൻ അത് അവിടെ ഇരുന്നിട്ട് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, പഠിക്കുകയാണ്. ഞാനാണെങ്കിൽ ചായ ഉണ്ടാക്കാൻ പോവാണ്, 4 മണി ചായ. അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും കഴിക്കാനും ഉണ്ടാക്കാം. അപ്പോൾ കഴിഞ്ഞ ഷോർട്ട് ഇട്ടപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടില്ലേ, അപ്പോൾ അതിൽ പണിയാരം ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ശരി, ഇന്ന് പണിയാരം ഉണ്ടാക്കാം. ഞാനിതിനുള്ള മാവ് കുറച്ച് നേരത്തെ അരച്ച് വെച്ചാണ് കേട്ടോ. ഒരു 3-4 മണിക്കൂറായിട്ടേ ഉള്ളൂ അരച്ച് വെച്ചിട്ട്. അപ്പോൾ അതൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല, അതിങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അതിലേക്ക് വേണ്ടത് സവോള ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത്, സവോള, ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞത്. ഞാൻ കുറച്ച് മാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് അങ്ങനെ ഉണ്ടാക്കി കുറേ നേരം വെച്ചിട്ട് കഴിക്കുന്നേക്കാളും ടേസ്റ്റ് ഉണ്ടായിരിക്കും ആ ചൂടോടെ. അത് പിന്നെ ഒരുവിധം എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ കുറച്ചധികം മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ മാവ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇപ്പം ഉണ്ടാക്കുന്നത് മാത്രമേ ഞാനിങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് കുറച്ച് മാവല്ലേ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ചേ ഞാനിതെല്ലാം ചെറുതാക്കി നുറുക്കിയിട്ടുള്ളൂ. അതങ്ങനെ മാവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിലേക്ക് ഇപ്പോൾ എത്രയാണ് വേണ്ടതെന്ന്. കുറച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കടലപ്പരിപ്പ് ഇതെല്ലാം കുറച്ച് കടലപ്പരിപ്പ്, പിന്നെ ഉഴുന്ന്. എൻ്റെ അടുത്ത് ഇപ്പോൾ കടലപ്പരിപ്പ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ സാധാ പരിപ്പാണ് ഇട്ടിരിക്കുന്നത്. അതെല്ലാം കുറച്ചിട്ടാൽ മതി. എല്ലാം കൂടി പൊട്ടിച്ച് ഈ നുറുക്കി വെച്ച വെജിറ്റബിളില്ലേ അത് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് അത് ചൂടാറിയാലും ആറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആ മാവിലേക്ക് ഒഴിക്കുക. ഇപ്പോൾ ചൂടാറിയിട്ട് എഴുന്നെങ്കിൽ അങ്ങനെ ഞാൻ ഒരു ചൂടോർക്കനെ തന്നെ ഞാൻ അതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് ഈ എന്താണ് ഉണ്ണിയപ്പച്ചട്ടിയില്ലേ, പണിയാരച്ചട്ടി അങ്ങനെ പറയും, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, അധികം വെളിച്ചെണ്ണയുടെ ഒന്നും ആവശ്യമില്ല. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ എല്ലാ കുഴിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ മൂടി വെക്കണമെന്നൊന്നുമില്ല, ഇതിന് മൂടിയുള്ള പാത്രമാണ് കേട്ടോ ഈ പണിയാരപ്പാൻ. പക്ഷെ ഞാനിപ്പോൾ മൂടിയൊന്നും വെക്കുന്നില്ല, അങ്ങോട്ട് തിരിച്ചിടുന്നതല്ലേ. അപ്പോൾ തന്നെ ഇത് ശരിക്കുണ്ടല്ലോ. ഇഡ്ലി മാവൊക്കെ ബാക്കി വന്നതില്ലേ, ദോശമാവ് കുറച്ച് ലൂസായിരിക്കും, ഇഡ്ലി മാവൊക്കെ ബാക്കി വന്നതില്ലേ, അതും കൊണ്ട് ഉണ്ടാക്കാം. പക്ഷെ കുറച്ച് പുളിപ്പുണ്ടായിരിക്കുന്നു മാത്രം, എന്നാലും കുഴപ്പമൊന്നുമില്ല. ശരിക്കും പണിയാരം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പുളിക്കാത്ത മാവാണ് നല്ലത്. അതാണ് ഞാനിങ്ങനെ ഒരു 3-4 മണിക്കൂർ ഇങ്ങനെ അരച്ചിട്ട് മാറ്റി വെച്ച മാവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് പൊങ്ങി തുടങ്ങിയിരിക്കും, എന്നാൽ പക്ഷേ പുളിച്ചിട്ടുണ്ടായിരിക്കില്ല. ചിലവർ പക്ഷേ ഇതിങ്ങനെ അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യാറ്. കുറച്ച് നേരം ഒരു 3-4 മണിക്കൂർ ഒന്നിങ്ങനെ വെക്കും. എന്നിട്ട് ആ മാവൊന്ന് പൊങ്ങി തുടങ്ങുന്ന സമയത്താണ് ഞാനത് ഉണ്ടാക്കുക. പിന്നെ അത് അരയ്ക്കുന്നത് 1:1 ഉള്ള അളവാണ്. 1 കപ്പ് ഉഴുന്നിന് 1 കപ്പ് അരി. എന്നിട്ട് അതിങ്ങനെ ഒരു തരിതരിപ്പ് വേണം. അരി ഇങ്ങനെ അരയ്ക്കുമ്പോൾ നല്ലോണം അരയ്ക്കേണ്ട, ഒരു ചെറിയ തരിതരിപ്പ് ഉണ്ടായിരിക്കണം അരിക്ക്. ഇതിലേക്ക് കൂട്ടാൻ നല്ലത് ഇങ്ങനെ ചട്നിയില്ലേ, നല്ല കട്ടിയാക്കിയിട്ടുള്ള തേങ്ങാ ചട്നി, അത് നല്ല കോമ്പിനേഷനാട്ടോ. പിന്നെ പണിയാരം തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു പ്രാവശ്യം തിരിച്ചിട്ടാൽ മതി. അപ്പോൾ തന്നെ അത് വേവുന്ന സമയത്ത് അതിൻ്റെ തനി വെള്ളയാവണമെന്നില്ല, ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ഇങ്ങനെ അടുത്ത് കൂടെ പോകുന്നൊരു കളറില്ലേ, നല്ല ഇങ്ങനെ ആവണ്ട, ആ ഒരു കളറിൽ ആണ് സമയത്ത് എടുക്കാം. പിന്നെ ചിലർക്കൊക്കെ സംശയം ഉണ്ടാവും, അത് നോൺ സ്റ്റിക്ക് പാൻ അല്ലേ, അതിൽ സ്റ്റീൽ സ്പൂൺ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നൊക്കെ. പക്ഷെ നമ്മളങ്ങനെ കുത്തി ഇളക്കണമൊന്നുമില്ലല്ലോ, അതിലങ്ങനെ കോരി എടുക്കുന്നതല്ലേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് തൊട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സ്ക്രാച്ച് വീഴാത്ത രീതിയിൽ നമുക്ക് അത് പതുക്കെ ഉപയോഗിക്കാൻ അറിയാലോ. അതാണ് അങ്ങനെ ഒരു സ്പൂണൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് ബ്രാൻഡ് പ്രസ്റ്റീജ് ആണ്, ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിന് 12 കുഴികളാണുള്ളത് കേട്ടോ. അത് അത്ര വലിയ കുഴികളൊന്നുമല്ല, ചെറുതാണ്. ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസിൻ്റെ ലിഡ് കൂടി ഉണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ യൂസ് ആക്കുന്നില്ല, അത് കാരണം അത് കാണിച്ചിട്ടില്ല. ആ വലുപ്പത്തിലൊരു ഗ്ലാസിൻ്റെ ലിഡ് കൂടി ഉണ്ട്. അങ്ങനെ ഞാനും സൂര്യനും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഇനി വിളക്ക് കത്തിക്കാറായി. 6 മണിയാവാറായി. ഇനി അവിടെയൊക്കെ തുടച്ചിട്ട് വിളക്ക് കത്തിക്കണം. പിന്നെ ഏതായാലും ഞാൻ എങ്ങനെയാണ് വിളക്ക് കത്തിക്കുന്നതെന്ന് അടുത്തുനിന്ന് കാണിച്ചു തരാം. കുറേ ആൾക്കാരുടെ സംശയമാണ് അതിലിങ്ങനെ തിരിയിടുന്നതും എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഇന്ന് ഏതായാലും അത് ഞാനെങ്ങനെ തിരിയിടുന്നത്, ഞാനിങ്ങനെ കമൻറ്റിന് റിപ്ലൈ ചെയ്തിട്ട് അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, അതെങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളത്.
അപ്പോൾ പലരും ഇങ്ങനെ രണ്ട് തിരിയോ അങ്ങനെ കിഴക്കോട്ട് പടിഞ്ഞാട്ട് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. അപ്പം അതെങ്ങനെ രണ്ട് തിരിയാണ് ഇടുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇത് ഇങ്ങനെ ഇടണം, അല്ല ഇങ്ങനെയാണ് ഞാൻ ഇടുന്നത് എന്ന് എനിക്ക് എങ്ങനെയാണ് ഇത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് വീഡിയോ കൂടെ അങ്ങ് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ചെയ്യുക. ഇങ്ങനെ രണ്ട് തിരി എടുക്കുന്നു, അത് രണ്ട് സൈഡിൽ നിന്ന് ആക്കിയിട്ട് ഇങ്ങനെ ഇപ്പം മനസ്സിലായില്ലേ, ഒരുമിച്ച് അങ്ങനെ ആക്കിയിട്ട് അവിടെയാണ് വിളക്ക് കത്തിക്കുന്നത്, തീ കത്തിക്കുന്നത്. ഇങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ്, വീട്ടിൽ ഇങ്ങനെയാണ്. നാട്ടിൽ ഞാൻ പറയണില്ല അങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെ അറിയില്ല, വീടുകളിൽ ഇങ്ങനെയാണ്. ഇപ്പം എൻ്റെ വീട്ടിലായാലും ഏട്ടൻ്റെ വീട്ടിലായാലും എല്ലാം ഇങ്ങനെയാണ് ചെയ്യുക. രണ്ട് തിരി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൂട്ടിയാക്കിയിട്ട് അവിടെ വിളക്ക് ഇങ്ങനെ എന്താ പറയുക, തീ കത്തിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പിന്നെ കിണ്ടി വെള്ളം അങ്ങനെയൊന്നും വെക്കുക അങ്ങനെയൊന്നും ഇല്ല, ചെയ്യാറില്ല. ഇതാണ് ഞാൻ ശീലിച്ചു പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം എനിക്ക് പറ്റില്ല. ചിലപ്പോൾ രണ്ട് സൈഡിലേക്കായിട്ട് കിഴക്കിലേക്കും പടിഞ്ഞാട്ടിലേക്കും തിരിയിടുന്നതും 5 തിരിയോ 2 തിരിയോ അങ്ങനെയുള്ളതെല്ലാം നന്നായിരിക്കും. അത് അവരവരുടെ വിശ്വാസങ്ങളല്ലേ. അതേപോലെ കിണ്ടിയിൽ വെള്ളം നിറച്ച് വെക്കുന്നത് അതും നല്ല കാര്യമായിരിക്കും. അത് അവരവരുടെ വിശ്വാസങ്ങൾ, അത് അവരവർ ശീലിച്ചു പോകുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഞാൻ ശീലിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ വിശ്വാസങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കറി വെക്കുമ്പോൾ അതിൽ ഇങ്ങനെ ചേർത്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്ത് നോക്കാം. അതേപോലെ ഇപ്പോൾ ഈ ഡ്രസ്സ് വേറൊരു തരം മോഡൽ ഡ്രസ്സ് ഇത് കൂടി ഇട്ടാൽ ചിലപ്പോൾ ചേരുമായിരിക്കും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കും പറഞ്ഞാൽ അതൊന്നും എനിക്ക് ചെയ്ത് നോക്കാൻ തോന്നും. അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി നോക്കും, ഇത് ഷെബിക്ക് ചേരുമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതൊന്ന് ചെയ്ത് നോക്കാൻ തോന്നും. പക്ഷേ അതുപോലെയല്ല നമ്മൾ ചെയ്തു പോകുന്ന ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ. ഇത് നമ്മൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ വിശ്വസിച്ച് പോരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന്നൊരു മാറ്റം, ഇതാണ് എൻ്റെ വിശ്വാസം, ഇതാണ് എനിക്ക് നല്ലതെന്ന് തോന്നുന്നതാണ്. അതാണ് ഞാനിതൊന്നും മാറാത്തത്. പിന്നെ വിളക്ക് പുറത്തേക്ക് കാണിക്കാത്തത്, അത് മുൻപ് ഞാനൊക്കെ ശീലിച്ചു പോകുന്നത് തന്നെയാണ്. പക്ഷേ ഗൾഫിലെത്തിയതിനു ശേഷം അതിന് സാധിക്കില്ലായിരുന്നു. നമ്മളിപ്പോൾ പുറത്ത് ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ അങ്ങനെ ഡോറിന് പുറത്തേക്ക് വെക്കില്ലല്ലോ. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഞാൻ വിളക്ക് കത്തിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ അത് തന്നെ പിന്നെ ആ രീതി തന്നെ ഞാൻ അങ്ങനെ ശീലിച്ചു, കുറേ കാലമായിട്ട് അങ്ങനെ ശീലിച്ചു. പിന്നെ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇത് വൈകുന്നേരത്തിന് രാത്രിക്കുള്ള കടലക്കറി വെക്കുന്നതാണ് കേട്ടോ. ഇന്ന് ചോറല്ല കഴിക്കുന്നത്, പുട്ടുപൊടി ഇരിക്കുന്നുണ്ട്. പുട്ട് നനച്ചത് ഫ്രീസറിൽ ഇരിക്കുന്നുണ്ട്. അന്ന് ഇന്നലെ എങ്ങാണ്ട് പുട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ കുറച്ചധികം വന്നപ്പോൾ അത് എടുത്തിട്ട് ആ പൊടി എടുത്തിട്ട് ഞാൻ അങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിലേക്കൊരു കടലക്കറി ഉണ്ടാക്കിയാൽ മതി. കടലക്കറി പിന്നെ ഞാൻ മുൻപൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ദിവസം രാവിലെ കടലക്കറി ഉണ്ടാക്കുന്നത്. അതിലിങ്ങനെ പൊട്ടറ്റോ, ഉള്ളി, തക്കാളി ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിലെല്ലാം ഇടുന്നുണ്ട്. എന്നിട്ട് പിന്നെ സാധാ പോലെ തന്നെ പ്രത്യേകതകളൊന്നും ഇല്ലാത്തൊരു കടലക്കറി തന്നെ അങ്ങനെ ഇട്ടിട്ട് പിന്നെ തേങ്ങ വറുത്തരയ്ക്കും കേട്ടോ. അത് എപ്പോഴും ഞാൻ ചെയ്യുന്നതാണ് കടലക്കറിയിൽ. കുക്കറിൽ ഇപ്പോൾ കടലയുടെ കൂടെ പൊട്ടറ്റോ, സവോള ഇതെല്ലാം കുറച്ച് തക്കാളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. പിന്നെ വറുത്ത തേങ്ങ ചേർക്കണതല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ തേങ്ങ വറുത്ത് വയ്ക്കുമ്പോൾ അതിലേക്ക് വേറെ ഒന്നും ചേർക്കാതെ വെറുതെ തേങ്ങ ഇങ്ങനെ വറുത്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും വേപ്പിലയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ടിട്ട് ഇതിലേക്ക് ഈ അരക്കിനേക്ക് അങ്ങ് ചേർത്തിട്ട് അരച്ചു കൊടുക്കും. പിന്നെ തേങ്ങ ഇങ്ങനെ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ സാമ്പാറിലേക്കൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി വറുക്കും, മല്ലിപ്പൊടിയും ബാക്കി അതിൻ്റെ കൂട്ട് വേറെയാണല്ലോ. അപ്പോൾ അതൊക്കെ ചേർത്തിട്ടാണെങ്കിൽ ഞാൻ ഒന്നുകൂടി അങ്ങ് ചൂടാക്കി എടുക്കാറുണ്ട്. ഇത് പിന്നെ ഇങ്ങനെ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കടല വെന്ത് കഴിഞ്ഞാൽ ഈ കൂട്ടയിലേക്ക് ഒഴിക്കണം, തിളപ്പിച്ചതിന് ശേഷം പിന്നെ എപ്പോഴും ഉള്ളി മൂപ്പിച്ചിട്ടാണ്, ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞിട്ട് മൂപ്പിച്ച് വേപ്പിലിട്ടിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചൊഴിക്കുക ചെയ്യുക. അങ്ങനെയാണ് കടലക്കറി വേറൊരു തരത്തിൽ വെക്കുന്ന രീതി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഗ്യാസ് സിലിണ്ടർ എനിക്ക് 2 സിലിണ്ടർ 4 മാസം യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ചുരുക്കി എടുക്കുന്നത്, എങ്ങനെയാണ് ഗ്യാസ് ഇങ്ങനെ 2 മാസം, അതായത് ഒരു സിലിണ്ടർ അപ്പോൾ 2 മാസം എന്നുള്ളൊരു കണക്കില്ല, എങ്ങനെയാണ് യൂസ് ചെയ്യാൻ, അതിൻ്റെ വല്ല ടിപ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കണമായിരുന്നു. അങ്ങനെ ടിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഈ 2 മാസത്തിൽ കുറച്ച് എങ്ങനെയാണ് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല.
എനിക്കിങ്ങനെ വരേണ്ട കാരണം ചിലർ ആരൊക്കെ പറഞ്ഞു അതിൽ 1 മാസം ആവുന്നുള്ളൂ എന്ന്, ഒരു സിലിണ്ടർ 1 മാസം ഓടുന്നുള്ളൂ പറയുമ്പോൾ അവിടെ എന്താ പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം കുക്കർ യൂസ് ചെയ്യുന്നിടത്തൊക്കെ ഇപ്പം നിങ്ങളും കുക്കറൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും. മാക്സിമം കുക്കറിൽ ഇപ്പോൾ പരിപ്പ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇപ്പോൾ മാക്സിമം കുക്കറിൽ തന്നെ വെച്ചിട്ട് അങ്ങനെയൊക്കെ യൂസ് ആക്കുന്നവർ തന്നെ ആയിരിക്കുമല്ലോ ഇപ്പോൾ മിക്കവരും. പിന്നെന്താ, ഇപ്പോൾ ഞാനിപ്പോൾ വെള്ളമൊക്കെ എന്തെങ്കിലും ഇപ്പോൾ ചായക്കൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ ആ കറക്റ്റ് വെള്ളം എടുക്കുള്ളൂ. അല്ലാണ്ട് ഒരു കണക്കിന് അങ്ങോട്ട് വെള്ളം വെച്ച്, ഒരു കണക്കില്ലാതെ അങ്ങോട്ട് വെള്ളം വെച്ച് ചായ അങ്ങ് ഉണ്ടാക്കുക, പിന്നെ ബാക്കിയുള്ളത് ഒഴിച്ച് കളയുക, അങ്ങനെ ആരൊക്കെയോ ചെയ്യണൊക്കെ കാണും. പക്ഷെ അങ്ങനെയുള്ളൊരു രീതിയില്ല. ഇവിടെ എല്ലാവരും ഒരു ഗ്ലാസ് ചായയെ കുടിക്കുള്ളൂ. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഒരു ഗ്ലാസ് വെള്ളം തന്നെ, എത്രയോ ഓരോരുത്തർക്ക് വേണ്ട വെച്ചാൽ അതിനനുസരിച്ചുള്ള വെള്ളം മാത്രമേ എടുക്കുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഒരു കട്ടൻ ചായ ഇപ്പോൾ അധികം വെച്ച് ബാക്കിയുള്ളത് കളയുക, അങ്ങനെയുള്ള ഒരു രീതിയൊന്നുമില്ല. അതേപോലെ ഇപ്പോൾ എന്തെങ്കിലും ഫുഡ് ഐറ്റം എന്തെങ്കിലും ഇപ്പോൾ ഉപ്പേരിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കുക്ക് ചെയ്തിട്ട് അതിൽ വെള്ളം അധികം വന്നേക്കുക, അതങ്ങനെ തീ ആളി കത്തിച്ചിട്ട് അതങ്ങ് വറ്റിച്ചെടുക്കുക, ആ രീതിയില്ല. ഇപ്പോൾ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് ഇപ്പോൾ ചിക്കനൊക്കെ ആണെങ്കിലാണ് ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യുക. ആ ചിക്കനൊക്കെ ഒന്ന് വേവിക്കുമ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കുക, ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനൊക്കെ വേണ്ടിയിട്ടൊന്ന് ചെയ്യുക. എന്നാലും ഞാൻ അതിലത്തെ വെള്ളം ഒന്ന് മാറ്റിയിട്ട് ബിരിയാണി അരി വേവിക്കുന്നതിലേക്ക് മാറ്റുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അല്ലാണ്ട് ഇങ്ങനെ തിളപ്പിച്ചിട്ടിട്ട് അതങ്ങോട്ട് വറ്റിച്ചെടുക്കുക, ആവശ്യമില്ലാണ്ട് തീ കത്തിച്ചിട്ട് അങ്ങനെ രീതിയൊന്നുമില്ല. പിന്നെ നിങ്ങൾ കാണുന്നതല്ലേ, ഞാനിവിടെ ഉപ്പേരി വെക്കുകയാണെങ്കിലും കറി വെക്കുകയാണെങ്കിലും ഒക്കെ 2 ദിവസത്തിന്, ഇപ്പോൾ ഇന്ന് ഉപ്പേരി 2 ദിവസത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നേക്കും നാളേക്കും കൂടിയിട്ടേ ഞാൻ വെക്കുക. അല്ലെങ്കിൽ ഡെയിലി ഉള്ള കുക്കിംഗ്, ഇപ്പോൾ ഇന്നൊരു ഉപ്പേരി വെച്ചു, നാളെ വേറൊരു ഉപ്പേരി വെച്ചു, ഇന്നൊരു കറി വെച്ചു, നാളെ വേറൊരു കറി വെച്ചു, അങ്ങനെ ഒരു രീതി എനിക്കില്ല. അത് ചിലവർ പറയണതൊക്കെ ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചത് കഴിക്കില്ല, തലേന്നത്തെ കഴിക്കില്ല, അത് അവരുടെ ഇഷ്ടം. പക്ഷേ ഞാൻ അങ്ങനെയല്ല, ഞാനിങ്ങനെയാണ്. എനിക്കിങ്ങനെ പറ്റൂ. ഡെയിലി ഇങ്ങനെ കുക്ക് ചെയ്യണ രീതി എനിക്കിഷ്ടമല്ല. കുക്കിംഗ് മാത്രമായി പോവില്ലേ നമ്മൾ. ഇപ്പോൾ കുക്കർ യൂസ് ആക്കാത്ത വേറെ എന്തെങ്കിലും, ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ സാധാ പാത്രത്തിലൊക്കെ വെച്ചിട്ട് വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യില്ലേ, അതിനെല്ലാം ഞാൻ അടപ്പ് യൂസ് ചെയ്തിട്ടേ വെക്കാറുള്ളൂ, ഇങ്ങനെ തുറന്ന് വെക്കാറില്ല. അപ്പോൾ തുറന്ന് വെക്കുമ്പോൾ അത് തിളയ്ക്കാനും വേവാനും ഒക്കെ കൂടുതൽ ടൈം എടുക്കും. എപ്പോഴും ഞാൻ ലിഡ് യൂസ് ചെയ്യാറുണ്ട്. ഇത്രയും ടിപ്സൊക്കെയാണ് എനിക്ക് ഓർമ്മയിലുള്ളൂ. ഇനി എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്നുള്ളത് ഇങ്ങനെ ഏതെങ്കിലും വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൽ കൂടെ ഞാൻ പറയാം. പിന്നുള്ളൊരു പ്രത്യേകത, ഇനി ഹോബിൻ്റെ പ്രത്യേകതയാണോ, മുൻപ് ഞാൻ ഇത് വീട് വയ്ക്കുന്ന സമയത്ത് ഹോബ് വേണോ സ്റ്റൗ വേണോ അതൊക്കെ കുറേ ആലോചിച്ചാണ്. കൺസെപ്ഷൻ എങ്ങനെയാണ് ഗ്യാസിൻ്റെ, ഹോബ് എന്തോ പതുക്കെ ചൂടാവുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്, ഗ്യാസ് കൂടുതൽ ചിലവാകുമോ, അങ്ങനെയൊക്കെ കുറേ അന്വേഷിച്ചിട്ട്, അപ്പോൾ പല ഇതെന്നുള്ളത് വായിച്ചറിഞ്ഞിട്ടും കേട്ടറിഞ്ഞിട്ടൊക്കെ തന്നെയാണ് ഹോബ് വെച്ചിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഹോബിൻ്റെ ആണോ ഇനി പ്രത്യേകത, കൂടുതൽ കൺസെപ്ഷൻ കുറവാണോ എന്നുള്ളത് അതും എനിക്കറിയില്ല. ചിലപ്പോൾ അതായിരിക്കാം ഹോബിൻ്റെ. ചിലപ്പോൾ സ്റ്റൗവിനേക്കാളും അത്ര തന്നെ ഗ്യാസിന് ചിലവ് കുറവായിരിക്കാം ചിലപ്പോൾ ഹോബ്, എനിക്ക് ഉറപ്പൊന്നും പറയാനില്ല കേട്ടോ. പിന്നെ ഹോബ് പതുക്കെ ചൂടാവുള്ളൂ, അത് വെറുതെയാണ്. അതത്ര നമുക്ക് ഈ ചൂടിൻ്റെ ആവശ്യമുള്ളൂ എന്ന് എനിക്ക് തോന്നിയത്. എൻ്റെ കുക്കിങ്ങൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ, എനിക്ക് അതിന് കൊണ്ടൊരു സ്ലോ ആയി പോകണതൊന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്നുള്ളൂ, ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.